പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഫ്രിഡ്ജുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത്. ഏറ്റവും ബെസ്റ്റായ കുറച്ച് സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ ഫ്രിഡ്ജുകളെ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് പറയും. അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന നല്ല ഫ്രിഡ്ജുകളെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു മീഡിയം ലെവൽ ഫ്രിഡ്ജുകളാണ്. അതായത് ഒരു മീഡിയം റേഞ്ചിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള, അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ടെക്നോളജി ഫുള്ളായിട്ടുള്ള, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി എഫിഷ്യൻസി ലഭിക്കുന്ന ഏറ്റവും നല്ല ഫ്രിഡ്ജുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓരോ ഗ്രൂപ്പിലും നമ്മൾ 2 ഫ്രിഡ്ജുകളെ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വാങ്ങിക്കുന്ന റെഫ്രിജറേറ്ററുകളാണ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ തൊട്ട് 25,000 രൂപ, 30,000 രൂപ വരെയൊക്കെയുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പം അവയുടെ വില അനുസരിച്ച്, അവയുടെ ക്വാളിറ്റി അനുസരിച്ച്, അവയുടെ സ്റ്റാർ റേറ്റിംഗ് അനുസരിച്ച് ഏറ്റവും നല്ല ഫ്രിഡ്ജുകൾ തന്നെ സെലക്ട് ചെയ്യുക. കാര്യം നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ കഴിയണം. അതേപോലെ തന്നെ നമുക്ക് പരമാവധി എനർജി സേവിങ്ങും ആയിട്ടുള്ള റെഫ്രിജറേറ്ററുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം കണക്കിലെടുത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് ഇത്. നമുക്കൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്കുകൾ കൊടുത്തേക്കുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 1 രൂപ പോലും കയ്യിൽ നിന്ന് നഷ്ടം വരാതെ ഞങ്ങൾക്ക് ചാനലിന് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഹോം അപ്ലയൻസ് വാങ്ങിക്കാനും സാധിക്കുന്നു. നമ്മൾ ഈ പറയുന്ന ബ്രാൻഡുകളായിട്ടൊന്നും നമുക്ക് യാതൊരു അലയൻസും ഇല്ല, അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാനൊരു റെഫ്രിജറേറ്ററിൻ്റെ ടെക്നീഷ്യനാണ്. 10-12 വർഷമായിട്ട് ആ ഒരു ഫീൽഡിൽ ഒരു ലോക്കൽ ടെക്നീഷ്യനായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ റെഫ്രിജറേറ്ററുകളൊക്കെ ഉപയോഗിച്ചവരുടെ അനുഭവത്തിൽ നിന്നുമാണ് ഈ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ സ്വന്തം അഭിപ്രായം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ റെഫ്രിജറേറ്ററുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതലും കടക്കാരും ഒക്കെ കൂടുതലും 2025 മോഡൽ എന്ന് പറഞ്ഞ് കുറച്ച് ഇംപ്രസ് ചെയ്ത് അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 2023 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ ഒറ്റ ലെവലിലുള്ള സ്റ്റാർ റേറ്റിംഗാണ് വരുന്നത്. അപ്പോൾ 2023 ഫ്രിഡ്ജാണെങ്കിലും 2025 മോഡൽ ഫ്രിഡ്ജാണെങ്കിലും എനർജി എഫിഷ്യൻസി ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കണ്ടൊന്നും നമ്മൾ ഫ്രിഡ്ജ് മാറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില കമ്പനികൾ എല്ലാ വർഷവും അവരുടെ ഇപ്പോൾ നിലവിലുള്ള മോഡലിനെ അടുത്ത ജസ്റ്റ് എന്തെങ്കിലും ഒരു പരിഷ്കരണം നടത്തി 2025 മോഡൽ, 26 മോഡൽ, ഓരോ വർഷവും അവർക്ക് പുതിയ മോഡലുകൾ ഇറങ്ങും. പക്ഷേ ചില കമ്പനികളാണെങ്കിലോ അങ്ങനെ മോഡലുകളിൽ വർഷം തോറും മോഡലുകൾ വ്യത്യാസമാവത്തില്ല. 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ടെക്നോളജിയും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർ പുതിയൊരു മോഡൽ റെഫ്രിജറേറ്റർ ഇറക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 2025 മോഡൽ റെഫ്രിജറേറ്റർ മാത്രമേ നമ്മൾ എടുക്കൂ എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു റെഫ്രിജറേറ്റർ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയുള്ള റെഫ്രിജറേറ്റർ തന്നെ എടുക്കുക. രണ്ടാമത് സ്റ്റാർ റേറ്റിംഗ്, എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അടിസ്ഥാനമാക്കി നമുക്ക് പറ്റിയ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ എടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ റെഫ്രിജറേറ്റർ തമ്മിൽ ആനുവൽ എനർജി കൺസപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് 20 യൂണിറ്റിൻ്റെയോ 30 യൂണിറ്റിൻ്റെയോ വ്യത്യാസമൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ നോർമൽ റേറ്റ് ഒരു 6 രൂപ വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുമ്പം 120 രൂപയുടെയോ 150 രൂപയുടെയോ ഒക്കെ വ്യത്യാസമേ ഇപ്പോൾ 2 സ്റ്റാറും 3 സ്റ്റാറും തമ്മിലോ അല്ലെങ്കിൽ 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലോ ഒക്കെ വരുന്നുള്ളൂ. ഈ എനർജി എഫിഷ്യൻസിയേക്കാൾ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് അവരുടെ ക്വാളിറ്റി, അതേപോലെ തന്നെ സർവീസ് അവൈലബിലിറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 റെഫ്രിജറേറ്ററുകളെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത, രണ്ടും നോൺ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ്. ഓരോ ഗ്രൂപ്പിൽ ഞാൻ 2 റെഫ്രിജറേറ്ററുകളെ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്ന, ആ പൈസയ്ക്ക് മാക്സിമം മൂല്യം തരുന്ന 2 റെഫ്രിജറേറ്ററുകളാണ്. അതിനകത്ത് ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് ബിക്കു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2 സ്റ്റാർ റെഫ്രിജറേറ്ററുകളാണ് ഇവ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 183 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 180 യൂണിറ്റ് പെർ ഇയർ ആണ്. അതായത് ഒരു വർഷം മുഴുവൻ ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 180 യൂണിറ്റാണ് ആവുന്നത്. ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ഗ്ലാസ് ഷെൽഫാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ബോഡി ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ടാറ്റയുടെ ഒരു സബ് പ്രോഡക്റ്റാണ് വോൾട്ടാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ഗ്ലാസ് ഷെൽഫാണ് വന്നിരിക്കുന്നത്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. ഫ്ലെക്സി ഷെൽഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് മാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടാം. നമ്മുടെ കയ്യിലുള്ള നമുക്ക് വെക്കേണ്ട ബോട്ടിലുകളുടെ ഹൈറ്റിനനുസരിച്ച് ഷെൽഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഫ്ലെക്സി ഷെൽഫ് എന്ന് പറയുന്നത്. ക്രിസ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ക്രിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ട്രേയുടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റിംഗ് ആണ് ക്രിസ്പർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരുപാട് കാലം ഹ്യൂമിഡിറ്റി പോകാതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നോളജിയാണ്. ഇൻവെർട്ടറിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള റെഫ്രിജറേറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ് എന്നല്ല, നമ്മുടെ ഹോം ഇൻവെർട്ടറുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന റെഫ്രിജറേറ്ററാണ്. ഇതിന് 1 ഇയറാണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. 10 ഇയറാണ് ഇതിൻ്റെ കംപ്രസറിന് വാറൻറ്റി വരുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിന് ഏകദേശം 11,500 12,500 ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത്. ഇനി ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് വേർപൂളാണ്. വേർപൂളിൻ്റെ 2 സ്റ്റാർ നോൺ ഇൻവെർട്ടർ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററാണ്. ഇത് 184 ലിറ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 190 യൂണിറ്റ് പെർ ഇയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേർപൂളിൻ്റെ തന്നെ 3 സ്റ്റാർ ഇതേ സൈസുള്ള ഫ്രിഡ്ജിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 170 യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വെറും 20 യൂണിറ്റിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുമ്പം ഒരു 6 രൂപ കണക്കിലാണെങ്കിൽ 120 രൂപയുടെ വ്യത്യാസം വരുത്തുള്ളൂ. ഇപ്പോൾ 12 മാസം ആകുമ്പോൾ ഒരു മാസം 10 രൂപയുടെ കറണ്ട് ചാർജ് വ്യത്യാസമേ 2 സ്റ്റാറും 3 സ്റ്റാറും തമ്മിൽ വരുത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ, സാമ്പത്തികം ഇച്ചിരി കുറവാണെങ്കിൽ 2 സ്റ്റാറിൻ്റെ ഫ്രിഡ്ജ് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഒരു മാസം 10 രൂപ വീതം അധികം കൊടുത്താൽ മതി. അപ്പോൾ ഈ വേർപൂളിൻ്റെ ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ക്യാപ്പിലറി ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹോം ഇൻവെർട്ടറിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിനകത്ത് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല. ഇതും ഞാൻ പറഞ്ഞില്ലേ, നോൺ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററാണ്. ഇതിൻ്റെയും ക്വാളിറ്റിയുള്ള ടഫ്ലോണ്ട് ഗ്ലാസ് ഷെൽഫാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഫ്രിഡ്ജുകളാണ് വേർപൂളിൻ്റെത് എന്ന് പറയുന്നത്. ഹണികോം ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് നേരത്തേതിനകത്ത് ക്രിസ്പ്നർ എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹണികോം ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫ്രിഡ്ജും വളരെ നല്ല ഫ്രിഡ്ജാണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഫ്രിഡ്ജാണ്. 1 ഇയറാണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. 10 വർഷമാണ് ഇതിൻ്റെ കംപ്രസറിന് വരുന്ന വാറൻറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രിഡ്ജിനും വില വരുന്നത് ഏകദേശം 11,500 മുതൽ 12,500 ആ ഒരു റേഞ്ചിനകത്താണ് വരുന്നത്. ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. റെഫ്രിജറേറ്ററുകളുടെ അടുത്ത ഒരു ലിസ്റ്റിനകത്ത് ഞാൻ 2 റെഫ്രിജറേറ്ററുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഞാൻ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വേർപൂൾ തന്നെയാണ്. വേർപൂളിൻ്റെ 3 സ്റ്റാർ റെഫ്രിജറേറ്ററാണ് വന്നിരിക്കുന്നത്. ഇത് 192 ലിറ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 169 യൂണിറ്റ് പെർ ഇയറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററാണ് വന്നിരിക്കുന്നത്. ഇത് 2024 മോഡലാണ്. ഗ്ലാസ് ഷെൽഫാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ബാക്കിയുള്ള സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളെല്ലാം എന്താണ്, മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഐസ് ഓവർ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് സ്വിച്ച് ഞെക്കി ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ വേർപൂളിൻ്റെ ഈ ഒരു
3 സ്റ്റാർ റെഫ്രിജറേറ്ററിനകത്ത് എന്തുണ്ട്, ആട്ടോ ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. വേർപൂളിൻ്റെ പുതിയ ടെക്നോളജിയാണ്. പുതിയ ടെക്നോളജികൾ നമ്മുടെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ നല്ലതാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ വേർപൂളിൻ്റെ കൂട്ട് തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു റെഫ്രിജറേറ്ററിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസർ ഇൻവെർട്ടർ കംപ്രസറാണ്. ഈ ഒരു റെഫ്രിജറേറ്റർ നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല. ഇൻവെർട്ടറിലും വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു റെഫ്രിജറേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിനും 1 ഇയറാണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്, 10 ഇയറാണ് കംപ്രസർ വാറൻറ്റി എന്ന് പറയുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 15,000 രൂപ 16,000 രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇനി ഈ ഒരു ഗ്രൂപ്പിൽ, ഒരു മിഡിൽ ക്ലാസ് ഗ്രൂപ്പിൽ ഞാൻ ഒന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെയറാണ്. ഹെയറിൻ്റെ 190 ലിറ്റർ 4 സ്റ്റാർ റെഫ്രിജറേറ്ററാണ്. ഇത് നോൺ ഇൻവെർട്ടർ കംപ്രസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഈ ഒരു നോൺ ഇൻവെർട്ടർ കംപ്രസറുള്ള ഒരു റെഫ്രിജറേറ്ററിനെ ഞാനിങ്ങനെ കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ ഇൻവെർട്ടർ കംപ്രസറിൻ്റെ ഗുണമെന്ന് കൂടുതലും എല്ലാവരും പറയുന്നത് എനർജി സേവിങ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ വേർപൂളിൻ്റെ 3 സ്റ്റാർ ഇൻവെർട്ടർ ടൈപ്പും ഹെയറിൻ്റെ 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ടൈപ്പുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോൺ ഇൻവെർട്ടർ ആണെങ്കിലും അവയുടെ കംപ്രസറിൻ്റെ ടെക്നോളജി ആ ടൈപ്പാണ്. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് നോൺ ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസറുകളാണ്. അതുകൊണ്ടാണ് പണ്ട് മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കംപ്രസറുകൾ, ഫ്രിഡ്ജുകൾ കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസറുകൾ വരുമ്പോൾ നമ്മൾ ലോ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ വളരെ പെട്ടെന്ന് ബോർഡ്, അതിൻ്റെ കംപ്രസറല്ല കംപ്ലൈൻ്റ് ആവുന്നത്, അവിടെ PCB ബോർഡ് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും, അവയുടെ ഒരു PCB ബോർഡിന് ഒരു 2,000 രൂപ തൊട്ട് ഒരു 6,000 രൂപ 7,000 രൂപ വരെയാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ബോർഡുകൾക്ക് വില വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ ഫ്രിഡ്ജുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നോൺ ഇൻവെർട്ടർ ടൈപ്പ് തന്നെ ഫ്രിഡ്ജുകൾ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, അതല്ല നിങ്ങൾ ഏത് ഫ്രിഡ്ജ് വെച്ചാലും ഒരു അഡീഷണൽ സ്റ്റെബിലൈസറും കൂടി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ കമ്പനികളെല്ലാം സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട് എങ്കിലും ലോ വോൾട്ടേജിലും വർക്ക് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം സർക്യൂട്ട് മുഴുവൻ വരുന്നത് ഈ ഫ്രിഡ്ജുകളുടെ ബോർഡിനകത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനൊരു ഡാമേജ് വന്നാലും ഈ ഫ്രിഡ്ജിൻ്റെ ബോർഡ് തന്നെയാണ് മാറി വെക്കുന്നത്. അപ്പോൾ ആ ബോർഡിന് പറഞ്ഞതുപോലെ ഇത്രയും പ്രൈസ് നമുക്കാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഫ്രിഡ്ജ് വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ ഒരു 1,000 രൂപ താഴെ സ്റ്റെബിലൈസറിന് വരത്തുള്ളൂ. ആ ഒരു സ്റ്റെബിലൈസറും കൂടി വാങ്ങിച്ചു വെക്കുക. ഏറ്റവും നല്ല 2-3 സ്റ്റെബിലൈസറുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഹെയറിൻ്റെ 190 ലിറ്റർ വരുന്ന നോൺ ഇൻവെർട്ടർ 4 സ്റ്റാർ റെഫ്രിജറേറ്ററാണിത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 155 യൂണിറ്റ് പെർ ഇയർ ആണ് വന്നിരിക്കുന്നത്. അതിനകത്തും ടഫ്ലോണ്ട് ഗ്ലാസ് ഷെൽഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന് ഏകദേശം 34-35 കിലോഗ്രാമാണ് വെയിറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന് 1 ഇയറാണ് ഫുൾ വാറൻറ്റി വരുന്നത്. ഇതിൻ്റെ കംപ്രസറിന് 10 ഇയറാണ് ഫുൾ വാറൻറ്റി വരുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫ്രിഡ്ജാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റായ ഫ്രിഡ്ജുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LGയും സാംസങ്ങുമാണ്. അതിനകത്ത് ഞാൻ 2ാമത് LGയും 1ാമതായിട്ട് സാംസങ്ങുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും ഇൻവെർട്ടർ കംപ്രസറുകളോടുകൂടി വരുന്ന റെഫ്രിജറേറ്ററാണ്. പക്ഷേ ഇത് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന റെഫ്രിജറേറ്ററാണ്. ഇവയുടെ ഇൻവെർട്ടർ ബോർഡുകൾക്കൊക്കെ പൊതുവെ വളരെ കംപ്ലൈൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ അവയ്ക്ക് സർവീസ് അവൈലബിലിറ്റിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫ്രിഡ്ജുകളാണ് LGയും സാംസങ്ങും എന്ന് പറയുന്നത്. ഇപ്പോൾ LGയുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 185 ലിറ്ററാണ് വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 131 യൂണിറ്റ് പെർ ഇയർ ആണ്. ഇതിൻ്റെ 4 സ്റ്റാറിന് 150 യൂണിറ്റ് പെർ ഇയറുമാണ് വരുന്നത്. ഇവ തമ്മിൽ 1000 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 5 സ്റ്റാർ തന്നെ വാങ്ങിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ മാനുവൽ ഡീഫ്രോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടഫ്ലോണ്ട് ഗ്ലാസ് ഷെൽഫാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ കംപ്രസറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റെഫ്രിജറേറ്ററിന് ബേസ് ട്രേ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു ട്രേ വരുന്നുണ്ട്. നമുക്ക് സവാളയും അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുക്കളയിൽ കുറച്ച് സ്പേസും കൂടി ലാഭിക്കാൻ വേണ്ടി ഈ ഒരു ട്രേ നമുക്ക് സഹായിക്കും. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. 1 ഇയറാണ് വാറൻറ്റി വരുന്നത്. 10 വർഷമാണ് കംപ്രസറിനും വാറൻറ്റി വരുന്നത്. ഏകദേശം 5 സ്റ്റാറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,500 മുതൽ 19,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് വരുന്നത്.
അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന നല്ലൊരു റെഫ്രിജറേറ്ററാണ് എൽ ജിയുടെ ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് സാംസങ് ആണ്. സാംസങ്ങിൻ്റെ 180 ലിറ്റർ 5 സ്റ്റാർ റെഫ്രിജറേറ്ററാണ് ഇത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 130 യൂണിറ്റ് പെർ ഇയർ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററും മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തും ടഫ്ലോണ്ട് ഗ്ലാസ് ഷെൽഫാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ കംപ്രസറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററും സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷനാണ്. ഇൻവെർട്ടറിലും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളവയാണ്. അതേപോലെ തന്നെ ഈ ഒരു റെഫ്രിജറേറ്ററിനും ബേസ് ട്രേ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ വാറൻറ്റി എന്ന് പറഞ്ഞാൽ 1 ഇയർ ഫുൾ വാറൻറ്റിയും 20 ഇയർ ഇതിൻ്റെ ഇൻവെർട്ടർ കംപ്രസറിനും വാറൻറ്റി നൽകുന്നുണ്ട്. ഈ ഒരു റെഫ്രിജറേറ്ററിനും ഏകദേശം ഒരു 17,500 18,500 ആ ഒരു റേഞ്ചാണ് വരുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന രണ്ട് ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ് ഈ പറഞ്ഞ എൽ ജിയും സാംസങ്ങും എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റെഫ്രിജറേറ്ററുകളെല്ലാം നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞ റെഫ്രിജറേറ്ററുകളെല്ലാം വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന റെഫ്രിജറേറ്ററുകളാണ്. പിന്നെ റെഫ്രിജറേറ്ററുകൾ ഈ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്തിരിക്കുക. അതായത് ആ സ്വിച്ച് ഞെക്കിയിട്ട് ഐസ് മുഴുവൻ ഉരുക്കി കളഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റെഫ്രിജറേറ്ററുകൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഒരു 2, 3, 4 മണിക്കൂർ നമ്മൾ റെഫ്രിജറേറ്റർ ഓഫാക്കി ഇടുക. അതായത് സന്ധ്യ സമയത്ത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ തുടക്കം പുതിയത് കൊണ്ട് വെക്കുമ്പം പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ഇതിന് കംപ്ലൈൻറ്റുകൾ വരും. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസർ എന്ത് ചെയ്യും, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രീസറിനകത്ത് മഞ്ഞ് മല പോലെ ഐസ് കയറി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഐസ് കയറി പിടിക്കുമ്പോൾ നമ്മുടെ കംപ്രസർ 24 അവേഴ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കറണ്ട് പോകുമ്പോൾ മാത്രമേ കംപ്രസർ ഓഫായി കിടക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഓടുമ്പോഴത്തേക്ക് ഈ കംപ്രസർ ചിലപ്പോൾ ഒരു 5-6 മാസം അങ്ങനെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്രസർ കംപ്ലൈൻ്റ് ആയി പോവും. കംപ്രസർ കത്തിപ്പോവും. കംപ്രസറിനോട് ചേർന്ന് വരുന്ന റിലേ ഓവർലോഡും എപ്പോഴും കംപ്ലൈൻറ്റ് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ പ്രശ്നം വരുമ്പോൾ ആദ്യം നിങ്ങൾ തെർമോസ്റ്റാറ്റ് മാറുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ 2-3 മണിക്കൂർ ഓഫാക്കുന്ന ഒരു കാര്യം ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ലൈഫ് ഒരുപാട് കാലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ചില ടെക്നീഷ്യന്മാരോ ചില കമ്പനി ടെക്നീഷ്യന്മാരോ ഒക്കെ പറയുന്നുണ്ട് ഫ്രിഡ്ജ് അങ്ങനെ ഓഫാക്കി ഇടരുത്. അങ്ങനെ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ അങ്ങനെ ഓഫാക്കി ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾക്കാണ് അങ്ങനെ ഓഫാക്കി ഇടേണ്ട ആവശ്യം കുറച്ചുകൂടി കൂടുതൽ എന്ന് പറയുന്നത്. മറ്റേതിനകത്ത് ഇലക്ട്രോണിക്സ് പാർട്സുകൾ വരുന്നില്ല. ഇൻവെർട്ടർ ഫ്രിഡ്ജിനകത്താണെങ്കിലും ബോർഡിനകത്ത് ഇലക്ട്രോണിക്സ് പാർട്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് സപ്ലൈ ചെന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 2-3 മണിക്കൂർ നിങ്ങൾ ഈ ഒരു റെഫ്രിജറേറ്റർ ഒന്ന് ഓഫാക്കി ഇടുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫ്രിഡ്ജിനകത്ത് അകത്ത് ഈ വെജിറ്റബിൾ ട്രേയുടെ താഴെ ചിലപ്പം ചെറിയ വാട്ടർ ലീക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു വാട്ടർ ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുക. എങ്ങനെയാണ് വാട്ടർ ലീക്ക് വരുന്നത് എന്നുള്ളത് ഒന്നെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ച് പരിഹരിക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ട്രേയുടെ താഴോട്ട് വെള്ളം പോകുന്ന ഭാഗമൊക്കെ അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി ആ ലീക്ക് എന്തായാലും പരിഹരിക്കുക. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഏത് ഫ്രിഡ്ജാണെങ്കിലും അതിന് ബോഡി ക്വാളിറ്റി അല്പം കുറവാണ്. അപ്പോൾ ബോഡി ക്വാളിറ്റി കുറവ് വരുമ്പോഴത്തേക്ക് ഈ വെള്ളം ഇതിൻ്റെ ഇടയ്ക്കോട്ട് വീണ് കഴിഞ്ഞാൽ ഈ മെറ്റൽ ഭാഗം വളരെ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കും. അങ്ങനെ ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞ ഫ്രിഡ്ജുകൾക്കാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ താഴത്തെ ആ ഒരു ബീഡിങ്ങിൻ്റെ ഇപ്പുറത്തെ ഭാഗം വളരെ ഇങ്ങനെ മുമ്പോട്ട് പ്രൊജക്റ്റായി വന്ന് തുരുമ്പ് പിടിച്ച് പോവുകയും ആ ഒരു ഭാഗം അടർന്ന് ഭാവിയിലിങ്ങി പോരുകയും ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് ഡാമേജ് ആവാനും ആ താഴത്തെ ആ ഒരു ലെഗ് തുരുമ്പിടിച്ച് പോകാനും ഒക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ചെറിയ വാട്ടർ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം കൂടെ പറയുകയാണ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.